കേരളത്തിലെ ഓക്സിജൻ ക്ഷാമം വളരെ ഗുരുതരമായിട്ട് തുടരുന്നു എന്നുള്ള വാർത്തകൾ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കേന്ദ്ര സർക്കാരിൽ ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുമായിട്ട് സംസാരിച്ചിരുന്നു. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഓക്സിജൻ അത് സംസ്ഥാനങ്ങളുടെ ആവശ്യാനുസരണം വിതരണം ചെയ്യുക എന്നുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു എംപവേർഡ് ഗ്രൂപ്പ് ഓഫ് സെക്രട്ടറീസ്, അങ്ങനെ ഒരു ഗ്രൂപ്പാണ് ഈ ഓക്സിജൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരുമായി ഈ എംപവേർഡ് ഗ്രൂപ്പിലെ കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാർ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട് എന്നും വളരെ സുഗമമായിട്ടുള്ള രീതിയിൽ, കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് എന്നുമാണ്. കേന്ദ്ര സർക്കാർ ഓക്സിജൻ ട്രെയിനുകളിലൂടെ അതോടൊപ്പം വിമാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെല്ലായിടത്തും ഓക്സിജൻ ലഭ്യമാക്കാനുള്ള നടപടികൾ എടുക്കുന്നുണ്ട്. ട്രെയിൻ മാർഗം മാത്രം 2511 മെട്രിക് ടൺ ഓക്സിജൻ ഇതുവരെ ലഭ്യമാക്കിയിട്ടുണ്ട്. കേരളത്തിന് ഓക്സിജൻ ലഭ്യമായി കഴിഞ്ഞതിന് ശേഷം അത് സംസ്ഥാനത്ത് എല്ലാ സ്ഥലത്തും എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ടാങ്കറുകൾ, ആ ടാങ്കറുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ആ കാര്യം സംസ്ഥാന സർക്കാർ ശ്രദ്ധിക്കേണ്ടത്. ഇത് സംബന്ധിച്ച് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഒരു കത്ത് അയച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ആ കത്തിൽ അദ്ദേഹം ഓക്സിജൻ ഇറക്കുമതി ചെയ്യാനും വിതരണം ചെയ്യാനും വിദേശകാര്യ മന്ത്രാലയത്തോട് നിർദ്ദേശിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കിയത്. എനിക്ക് തോന്നുന്നത് ഈ കയറ്റിറക്കുമതിയുടെ ചുമതല വിദേശകാര്യ വകുപ്പിനാണെന്ന് അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്നാണ്. അത് വിദേശകാര്യ വകുപ്പല്ല അത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ആ കാര്യം അദ്ദേഹം തിരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകരും ഇത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. ഓക്സിജൻ പ്ലാന്റുകളെ പറ്റിയിട്ട് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം നിങ്ങളോട് സംസാരിച്ചിരുന്നു. അന്ന് ഞാൻ സംസാരിച്ചപ്പോൾ കേന്ദ്രം അനുവദിച്ച 4 ഓക്സിജൻ പ്ലാന്റുകൾ തുടങ്ങാത്ത കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് കേരളത്തിലെ പത്രങ്ങളിലൊക്കെ എറണാകുളത്ത് ആ ഓക്സിജൻ പ്ലാന്റിന്റെ പ്രവർത്തനം തുടങ്ങി എന്ന് വാർത്ത കണ്ടു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അന്ന് മാധ്യമങ്ങളും വേണ്ടത്ര അതിന് പ്രാധാന്യം കൊടുത്തില്ല. പലരും പറഞ്ഞത് മുരളീധരൻ സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നു, മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെയാണ്. എനിക്ക് നിങ്ങളോട് മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ അഭ്യർത്ഥിക്കാനുള്ളത്, ഇതൊന്നും കുറ്റപ്പെടുത്തലല്ല, ഇതൊക്കെ തിരുത്തലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ്. കാരണം PM കെയർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തൃശ്ശൂർ, തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം ഈ സ്ഥലങ്ങളിലൊക്കെ ഇത് PM കെയർ ഫണ്ട് ഉപയോഗിച്ച് തിരുവനന്തപുരം, തൃശ്ശൂർ, കോട്ടയം മെഡിക്കൽ കോളേജുകളിലാണ് PM കെയർ ഫണ്ട് ഉപയോഗിച്ച് പ്ലാന്റുകൾ അനുവദിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ എറണാകുളം ഒഴിച്ചുള്ള മറ്റു 3 സ്ഥലങ്ങളിലും ഇപ്പോഴും പ്രവർത്തന സജ്ജമായിട്ടില്ല. അത് സജ്ജമാകേണ്ടതുണ്ട്. ഏതാണ്ട് 1 വർഷമായി. മറ്റൊരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വകാര്യ ആശുപത്രികൾ അടക്കം കോവിഡ് ചികിത്സക്ക് വേണ്ടിയിട്ട് ലഭ്യമായിട്ടുള്ള കിടക്കകളുടെ എണ്ണം ജനങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് പുറത്തുവിടണം. ഇന്നലെ ബഹുമാന്യനായിട്ടുള്ള ഹൈക്കോടതിയും അതേ കാര്യമാണ് പറഞ്ഞത്. അപ്പോ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ മുഖ്യമന്ത്രി വിമർശിക്കലാണ് എന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടുള്ള ഇടതുപക്ഷത്തിന്റെ പ്രചരണം, ആ പ്രചരണം മാധ്യമങ്ങൾ കൂടി ഏറ്റെടുക്കുന്നത് ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ
ജനങ്ങൾ നിരന്തരമായി പല വിഷയങ്ങളിലും ബന്ധപ്പെട്ട് പരിഹാരം കണ്ടെത്താൻ അഭ്യർത്ഥിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ മാധ്യമങ്ങളിലൂടെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ ഹൈക്കോടതി പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്വകാര്യ ആശുപത്രികളുടെ ചെലവിന്റെ കാര്യം. സ്വകാര്യ ആശുപത്രികളിലെ ചെലവിന്റെ കാര്യത്തിൽ 2020 ജൂലൈ 20 കേരളം സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ നിരക്ക് സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ ഇറക്കിയെന്ന് പറഞ്ഞു. മാധ്യമങ്ങൾ വലിയ വാർത്തയുമാക്കി. പക്ഷെ ഇപ്പൊ എന്താ വന്നത്? ഇതെവിടെയും നടപ്പിലാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് നടപ്പിലാക്കാത്തത്? എന്തുകൊണ്ട് ഈ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ നിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഇടപെട്ടില്ല? മാധ്യമങ്ങളും ഈ തരത്തിൽ ഇതിനെക്കുറിച്ച് തുടർന്ന് പിന്നീട് അന്വേഷിച്ചില്ല. ഇപ്പൊ രണ്ടാം തരംഗം ശക്തമായപ്പോ നമ്മുടെ രാജ്യത്തെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങൾ, ഈ സംസ്ഥാനങ്ങളൊക്കെ സ്വകാര്യ ആശുപത്രികളിൽ നിരക്ക് ഫിക്സ് ചെയ്ത് ഉത്തരവിറക്കി. കേരളത്തില് വളരെയേറെ ജനങ്ങൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇറക്കിയതുപോലെ തന്നെയുള്ള ഒരു ഉത്തരവ് കേരളത്തിലും ഇറക്കി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല? ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പൊതുവായിട്ട് പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട തിരുത്തൽ, ആ തിരുത്തലിന്റെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനാണ്. ഇത് പറയുമ്പോൾ പല മാധ്യമങ്ങളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഉടനെ വരുന്ന വാർത്ത മുഖ്യമന്ത്രിക്കെതിരെ വി മുരളീധരൻ, മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്രമന്ത്രി. ഇത് മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്രമന്ത്രിയോ മുഖ്യമന്ത്രിക്കെതിരെ വി മുരളീധരനോ ഒന്നുമല്ല. ഇത് വ്യക്തിപരമായോ രാഷ്ട്രീയമായോ ഉള്ള വിമർശനം പോലുമല്ല. ഇത് ജനപക്ഷത്തു നിന്നുള്ള ഇടപെടലാണ്. ഇത് ജനങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ യാഥാർത്ഥ്യമായിട്ട് വരുന്നത് നിങ്ങൾ തന്നെ കാണുന്നുണ്ട്. കോടതി ഇടപെട്ടിട്ടാണെങ്കിലും സർക്കാർ നേരിട്ട് ചെയ്തിട്ടാണെങ്കിലും ഒക്കെ. അതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്തുക. സർക്കാർ അത് തിരുത്തുന്നു, നല്ല കാര്യം, സ്വാഗതം ചെയ്തു. ഇപ്പൊ ഞാൻ ഇന്ന് വീണ്ടും പറയുന്നതിന്റെ കാര്യം, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷം എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടിയുടെ ശബ്ദമേ ഇല്ല. ആ മുഖ്യ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്യേണ്ടത്. ആ മുഖ്യ പ്രതിപക്ഷം നിശബ്ദമായിട്ടുള്ള സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രിയാണെങ്കിൽ പോലും BJP നേതാവ് എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ സർക്കാരിന്റെയും അതുപോലെ മാധ്യമങ്ങളിലൂടെ മറ്റു ബന്ധപ്പെട്ടവരുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് പറയേണ്ടി വരുന്നത്. ഇത് തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷനും ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെട്ടു. പക്ഷേ തെരഞ്ഞെടുപ്പ് തോൽവി കൊണ്ട് ഒളിച്ചോടാനൊന്നും ഞങ്ങൾ പോകുന്നില്ല. ജനാധിപത്യത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള തിരുത്തൽ ശക്തിയായിട്ട് ജനങ്ങളുടെ ഇടയിൽ തന്നെ ഞങ്ങൾ ഇനിയും ഉണ്ടാകും. ഇപ്പം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, അതായത് മുഖ്യമന്ത്രിക്കെതിരെ വി മുരളീധരൻ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി എന്നുള്ളത് ഒരു ഈ തെരഞ്ഞെടുപ്പിനടക്കം ഒരു തിരിച്ചടിക്ക് കാരണമായിട്ടുള്ളത് കരുതുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞു വന്നത്, അതായത് ഒരു വശത്ത് ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഒരു കാര്യമാണ് ചർച്ച ചെയ്യപ്പെട്ടതെങ്കിൽ എല്ലാ വിഷയങ്ങളിലും വിമർശനം ആവശ്യമില്ല, കുറച്ചുകൂടി ക്രിയാത്മകമായിട്ട് യോജിച്ചു നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇത്തരം ഘട്ടങ്ങളിൽ ആവശ്യം എന്നുള്ളത് ജനം ചർച്ച ചെയ്തു. അങ്ങനെ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളത്? അങ്ങനെ ഒരു വിലയിരുത്തലൊന്നും ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ മാധ്യമങ്ങൾ നടത്തുന്ന തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണത്തെയാണ് ചൂണ്ടിക്കാണിച്ചത്. കാരണം കോവിഡിന്റെ പേരിൽ മുഖ്യമന്ത്രി നടത്തുന്ന പത്രസമ്മേളനങ്ങളിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് മറുപടി പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ അതിനെ മുഖ്യമന്ത്രിക്കെതിരെ മുരളീധരനോ മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്രമന്ത്രിയോ എന്നുള്ള നിലയിൽ ചിത്രീകരിക്കുന്നതിന് പകരം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഓക്സിജൻ ക്ഷാമം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്നിപ്പോ എറണാകുളത്ത് തുടങ്ങി എന്ന് പറയും. മറ്റു 3 സ്ഥലത്ത് ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. അതുപോലെ ഈ സ്വകാര്യ ആശുപത്രികളുടെ നിരക്കിന്റെ കാര്യം, ഇതെല്ലാം പറയുന്ന കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അത് തിരുത്തുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. സംസ്ഥാന സർക്കാർ അത് തിരുത്താൻ വേണ്ടിയിട്ട് സന്നദ്ധത പ്രകടിപ്പിക്കുമ്പോഴും മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്
ഇത് മുഖ്യമന്ത്രിയെ അനാവശ്യമായിട്ട് ആക്രമിക്കുന്നു. അനാവശ്യമല്ല, അദ്ദേഹം പറയുന്ന രാഷ്ട്രീയത്തിന് രാഷ്ട്രീയമായിട്ട് മറുപടി പറയും, അദ്ദേഹത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കും, സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കും. അത് പ്രതിപക്ഷത്തിന്റെ ജനാധിപത്യപരമായിട്ടുള്ള ചുമതലയാണ്. ആ ചുമതല നിറവേറ്റുന്നേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിന്റെ തോൽവി ഇതുവരെ വിലയിരുത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. എങ്കിൽ പോലും കേരളത്തിൽ വളരെ സജീവമായി ഇടപെട്ടിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സംസ്ഥാന പ്രസിഡന്റും BJPയുടെ ഏറ്റവും കൂടുതൽ അംഗത്വം ചേർക്കുന്ന ഒരു വ്യക്തിയായിരുന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പിന് എന്താണ് തിരിച്ചടിക്ക് കാരണമായി പ്രാഥമികമായി കാണാൻ കഴിയുന്നത്? പല കാരണങ്ങളുണ്ട്. BJPക്ക് കിട്ടിയിരുന്ന ചില ജനവിഭാഗങ്ങളുടെ പിന്തുണ 2016 പുതുതായിട്ട് കിട്ടിയ പിന്തുണ, ആ പിന്തുണ ഇത്തവണ കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പൊതുവിലയിരുത്തലുണ്ടായിരുന്നു. അതോടൊപ്പം ഈ രാജ്യം മുഴുവനുള്ള ഒരു ട്രെൻഡ് നിങ്ങൾ മനസ്സിലാക്കണം. അത് ബംഗാളിലും അതോടൊപ്പം ആസാമിലും കേരളത്തിലും ഉണ്ടായി. കാരണം രാജ്യം ഒരു മഹാമാരിയുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ അത് നേരിടുന്ന സർക്കാരുകൾക്ക് എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിലും തൽസ്ഥിതി തുടരട്ടെ എന്ന് ജനങ്ങളുടെ മനസ്സിലുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കാരണം ഈ 3 സംസ്ഥാനങ്ങളിലും നിലവിലുള്ള സർക്കാരുകൾ തിരിച്ചു വന്നു. ഇത്രയും വ്യാപകമായിട്ട് നിലവിലുള്ള സർക്കാരുകൾ തിരിച്ചു വരാൻ അല്ലെങ്കിൽ ഒരു കാരണവുമില്ല. കാരണം ഞാനിപ്പോൾ ബംഗാളിൽ നിന്നാണ് വരുന്നത്. ഇന്നലെയും ഇനിയാന്നും കഴിഞ്ഞ 3 ദിവസമായിട്ട് അവിടെ സർക്കാർ തിരിച്ചു വരാനുള്ള ഒരു കാരണവുമില്ല. പക്ഷേ അവിടെ പോലും സർക്കാർ തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും തൽസ്ഥിതി തുടരട്ടെ എന്ന് ജനങ്ങൾ ആലോചിച്ചു എന്നാണ് ഒരു കാരണം. മറ്റ് പല ഈ കോവിഡ് കാലത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ജനങ്ങൾ അതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ നേട്ടമായിട്ട് കണക്കാക്കിയിട്ടുണ്ടാകാം. കേന്ദ്രത്തിൽ നിന്ന് നൽകിയിട്ടുള്ള അരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ തങ്ങളുടെ സംഭാവന എന്നുള്ള നിലയിൽ, തങ്ങളുടെ നേട്ടം എന്നുള്ള നിലയിൽ ജനങ്ങളുടെ മുന്നിൽ ചിത്രീകരിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ടാകാം. അതിൽ ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്നുള്ളത് ജനങ്ങളിൽ എത്തിക്കാൻ BJPയുടെ പോരായ്മയും ഉണ്ടായിട്ടുണ്ടാകാം. ഇങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ടാവും. അതിന്റെ വിശദമായിട്ട് നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തൽ, ആ വിലയിരുത്തൽ നടക്കും. ഇന്നലെ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നില്ല. ഇന്നലെ അവിടെ ബംഗാളിലെ ഈ സംഭവങ്ങളിലൊക്കെ തുടർന്നുള്ള സമയമായതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. സംസ്ഥാന അധ്യക്ഷനുമായിട്ട് ഞാൻ ഇന്ന് സംസാരിക്കുകയുള്ളൂ ഇന്നലത്തെ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നുവെന്ന്. പക്ഷെ കോർ ഗ്രൂപ്പ് യോഗത്തിൽ പൊതുവായിട്ട് ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞതിന്റെ കാര്യം. ഈ LDFും പറയുന്നത് UDFും പറയുന്നത് BJPയുടെ വോട്ട് കച്ചവടമാണ്. 2 വിഭാഗങ്ങളും BJP ആണ് ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട്. അല്ല, ഒന്നാമത്തെ കാര്യം അതാണ് ഞാൻ പറഞ്ഞത്. ഈ കേരളത്തിന്റെ ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹം കോവിഡിന് വേണ്ടിയിട്ട് നടത്തുന്ന പത്രസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് വോട്ട് കച്ചവടം എന്നുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് 2016ലെയും 2019ലെയും തെരഞ്ഞെടുപ്പ് കാര്യമെങ്കിലും ആലോചിക്കണം. കേരളത്തിലെ എത്രയോ മണ്ഡലങ്ങളിൽ CPMന്റെ വോട്ട് കുറഞ്ഞത് കച്ചവടമായിരുന്നോ? അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാഹചര്യം, ആ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതകൾ, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പാർട്ടിയില്ലാത്ത ആളുകൾ വോട്ട് ചെയ്യും. BJPക്ക് വോട്ട് ചെയ്ത എല്ലാവരും BJPയുടെ അടിയുറച്ച അനുയായികൾ മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത്തവണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏതാണ്ട് 11.5% വോട്ട്, ആ വോട്ട് BJPക്കാരുണ്ട്, BJPയുടെ അനുഭാവികളുണ്ട്, നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുണ്ട്, മറ്റു പാർട്ടികളിൽ പെടുന്ന ആളുകൾ പോലും ഒരു പ്രത്യേക സ്ഥലത്തെ സ്ഥാനാർത്ഥിയോടുള്ള താല്പര്യം കൊണ്ട് വോട്ട് ചെയ്ത ആൾക്കാരുണ്ട്. അവരൊക്കെ ആ സ്ഥാനാർത്ഥിയുമ്പോൾ വോട്ട് ചെയ്യും. അടുത്ത തവണ അവർ വോട്ട് ചെയ്യണമെന്നില്ല. അടുത്ത തവണത്തെ സ്ഥാനാർത്ഥിയോട് താല്പര്യമുള്ളവർ വോട്ട് ചെയ്യും, നേരത്തെ വോട്ട് ചെയ്യാതിരുന്നവർ. ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളുണ്ട്. ഇതിനെയൊക്കെ ഒരൊറ്റ വര വരച്ചിട്ട് ഇത് കച്ചവടമാണ്, ഇത് കച്ചവടമല്ല എന്ന് വ്യാഖ്യാനിക്കുന്നത് അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിലിരിക്കുന്ന ആൾക്കാർ അവരുടെ വിജയത്തിന്റെ മാറ്റു കുറക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നു എന്നുള്ള ഭയം കൊണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഈ രീതിയിൽ ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു.
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് വോട്ട് കൂടി, എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു, ഇപ്പൊ തൃത്താലയിലെ കാര്യം എനിക്കറിയാം, എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. അവിടുത്തെ ആൾക്കാരിൽ നിന്ന് അറിയാൻ പറഞ്ഞിട്ടുണ്ട്. മദ്രസകളിലൊക്കെ പണം വിതരണം ചെയ്ത് ആരാ? SDPI സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് നേമത്ത് ഞങ്ങള് LDF-നും മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗിനും വോട്ട് ചെയ്തു. അപ്പൊ ജിഹാദി ശക്തികളുടെ പിന്തുണ ആര് വാങ്ങും? അപ്പൊ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും വരും ദിവസങ്ങളിൽ. ഇതൊക്കെ ഒരു ദിവസത്തെ ഒരു പ്രസ്താവന കൊണ്ട് അവസാനിക്കുന്ന വിഷയമല്ല, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും. പക്ഷെ ഇപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് അധികം കടക്കണ്ട. വിശദമായിട്ട് നമുക്ക് ഇതെല്ലാം പഠിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ ഉണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടമായി, വോട്ട് ശതമാനത്തിന് കാര്യമായ കുറവ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ കേരളത്തിൽ ഉപയോഗിക്കുന്ന രീതി ഒരു മാറ്റം ഉണ്ടാവുമോ BJP-യുടെ? ഒന്നാമത്തെ കാര്യം, ഉണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീറ്റാണ് ആകെ ഉണ്ടായിരുന്നത്. 140-ൽ BJP-ക്ക് ആദ്യമായിട്ട് ഒരു സീറ്റ് കിട്ടി. അത് 3000 വോട്ടിന് നഷ്ടപ്പെട്ടു. മഞ്ചേശ്വരത്ത് 700 ചില്ലറ വോട്ടിന് തോറ്റു. ഏതാണ്ട് 3000-4000 വോട്ടിന് പാലക്കാടും പരാജയപ്പെട്ടു. പക്ഷേ കഴിഞ്ഞ തവണത്തെ 8 സ്ഥാനങ്ങൾ BJP 2ാം സ്ഥാനത്ത് വന്നിരുന്ന ഉൾപ്പെടെ നോക്കിയാൽ കഴിഞ്ഞ തവണ 7 സ്ഥലത്ത് BJP 2ാം സ്ഥാനത്തും നേമത്ത് വിജയും. ഈ തവണ BJP ആ സ്ഥാനങ്ങളിലൊക്കെ അത് നിലനിർത്തുകയും അവിടെയൊക്കെ വോട്ട് മെച്ചപ്പെടുത്തുകയും 2ാം സ്ഥാനത്ത് വന്ന സ്ഥലങ്ങളുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചു. ഇത്തവണ നിയമം ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ 9 സ്ഥലങ്ങളിലെത്തി. ആറ്റിങ്ങൽ കഴിഞ്ഞ തവണ BJP 3ാം സ്ഥാനത്തായിരുന്നു. ആറ്റിങ്ങൽ ഉൾപ്പെടെ ഇത്തവണ 2ാം സ്ഥാനത്ത് വന്നു. ഇപ്പൊ BJP-യുടെ വോട്ടിൽ ക്രമാനുഗതമായിട്ടുള്ള വളർച്ചയുണ്ടാകുന്നു. ഞാൻ ഇന്നലെ ബംഗാളിൽ നിന്ന് വരികയാണല്ലോ. 1962 മുതൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭരണത്തിലോ പ്രതിപക്ഷത്തോ മുഖ്യ പ്രതിപക്ഷമോ ആയിരുന്ന ഒരു പാർട്ടി ഒരു സീറ്റ് പോലും കിട്ടാതെ 100-ലധികം സ്ഥലങ്ങളിൽ ജാമ്യസംഖ്യ നഷ്ടപ്പെട്ട ഒരു പാർട്ടി. അവിടെ അപ്പോൾ തൃണമൂൽ കോൺഗ്രസിനാണോ വോട്ട് വിറ്റത്? ഈ വോട്ട് കുറയുന്നതൊക്കെ വോട്ട് വിൽക്കലാണോ? ജനാധിപത്യത്തിൽ അത് ജനപിന്തുണ കുറയുന്നതാണോ? അതോ ഒരു താൽക്കാലിക പ്രതിഭാസമാണോ? പല കാരണങ്ങളുണ്ടോ. കേരളത്തിലേത് ഒരു താൽക്കാലികമായിട്ടുണ്ടായിട്ടുള്ള ഒരു തിരിച്ചടിയാണ്. ഈ താൽക്കാലികമായിട്ടുള്ള തിരിച്ചടി മറികടന്നുകൊണ്ട് BJP മുന്നോട്ട്. ഈ ഉത്തരേന്ത്യയിൽ പയറ്റിത്തളിഞ്ഞ തന്ത്രങ്ങൾ കേരളത്തിൽ നടപ്പാക്കുന്നത് വിലപ്പോകില്ല എന്നാണ് CKP പറയുന്നത്. ഞാൻ CKP പറഞ്ഞതിന് ഞാൻ കേട്ടിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കാണിക്കുന്നത് വെച്ചാൽ ഒരു സെന്റൻസാണ്. അത് അദ്ദേഹം BJP-യോട് തന്നെയാണോ പറഞ്ഞത്, അതോ കോൺഗ്രസിനോടാണോ വേറെ ആരോടൊക്കെ ആണോ പറഞ്ഞത് പോലും എനിക്കറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം BJP യോഗത്തിൽ പറയും. അല്ല, ബംഗാളിലെ ഈ 0-ൽ നിന്നാണെങ്കിൽ 3-ൽ നിന്നാണെങ്കിൽ പോലും ഇത്രയൊരു കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയത്. കേരളത്തിൽ പക്ഷെ അങ്ങനെ ഒരു കാര്യമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ ഓരോ സംസ്ഥാനത്തും ആ സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള രീതികൾ ഉണ്ടാവും, ആ സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവും. ഓ ബംഗാളിൽ 3-ൽ നിങ്ങൾ ഇന്നലെ വരെ നിങ്ങളെല്ലാവരും ചോദിച്ചിരുന്നത് ബംഗാളിൽ തിരിച്ചടി എന്നല്ലേ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞിരുന്നത് BJP. അപ്പൊ ഇതൊക്കെ ഓരോരുത്തരുടെ വിലയിരുത്തുന്നത്. പക്ഷെ കയ്യിലിരുന്നൊരു സീറ്റ് വരെ നഷ്ടമായിക്കൊണ്ടാണ് പോകുന്നത് സാധാരണ. അല്ല, അതിൽ നിങ്ങളുടെ ആശങ്ക ഞാൻ മനസ്സിലാക്കി. അത് ഞാൻ നിങ്ങൾക്ക് ഒരു ആശ്വാസം എന്നുള്ളതിൽ പറയാണ്. നിങ്ങൾ അധികം ആശങ്കപ്പെടേണ്ട, ഞങ്ങളത് പരിഹരിച്ചു മുന്നോട്ട്. മറ്റൊന്ന് ബംഗാളിലെ ഇന്നലത്തെ സ്ഥിതിയെ കുറിച്ചാണ്. എങ്ങനെയാണ് അത് കാണുന്നത്? അല്ല, ബംഗാളിലെ അങ്ങേയറ്റത്തെ അരാജകത്വമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. കാരണം അവിടെ BJP-യുടെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ നിരവധി ആളുകൾക്ക് അവരുടെ സ്വന്തം വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഞാൻ ഇന്നലെ ഈ അക്രമ സംഭവം കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ള അതേ ജില്ലയിൽ വെസ്റ്റ് മിഡ്നാപൂരിലെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഞാൻ പോയി. ഘട്ടാൽ അവിടുത്തെ MLA ഞാൻ കണ്ടു. BJP ആദ്യമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ശീതൾ. അദ്ദേഹം പറഞ്ഞത് ഞാൻ വീട്ടിൽ പോയിട്ട് കുറെ ദിവസങ്ങളായിരുന്നു. അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. പോലീസിന് പോലും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്നില്ല വീട്ടിൽ പോകാൻ വേണ്ടി. ഞാൻ ഇന്നലെ ഈ കണ്ട ആളുകളിൽ നിന്ന് ആയിരക്കണക്കിന് വീടുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യം, അഥവാ പോയാൽ പരാതി സ്വീകരിക്കാത്ത സാഹചര്യം. റേഷൻ ഷോപ്പ് ഉടമകളെ തൃണമൂൽ കോൺഗ്രസുകാർ ഭീഷണിപ്പെടുത്തി അവർ പറയുന്ന ലിസ്റ്റിൽ പെടാത്ത ഒരാൾക്കും ഈ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യരുത് എന്ന് നിർദ്ദേശിച്ച സാഹചര്യം. സ്ത്രീകൾക്കെതിരായിട്ടുള്ള മാനഭംഗങ്ങൾ. ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ JP നഡ്ഡാജി പറഞ്ഞതുപോലെ വിഭജന കാലത്തുണ്ടായിരുന്നതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് ഇന്ന് ബംഗാളിലുള്ളത്. ഈ അരാജകത്വം അവസാനിപ്പിക്കാൻ
മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് നടപടികൾ എടുത്തില്ലെങ്കിൽ അവരുടെ കയ്യിൽ പോലും നിൽക്കാത്ത തരത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാനുള്ള സാധ്യത. ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പങ്കാളിത്തം വളരെ വ്യക്തമാണ്. നിയന്ത്രണത്തിന് അപ്പുറത്ത് കാര്യങ്ങൾ പോകുന്നു. കൈവിട്ടു പോയത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസുകാരുടെ നിർദ്ദേശപ്രകാരവും അവരുടെ പ്രേരണയിലും അവർ തന്നെ വളർത്തി കൊണ്ടുവന്നിട്ടുള്ള ഗുണ്ടകളും അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ അക്രമത്തിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് ഈ കോവിഡിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ വീണ്ടും ഭരണ തുടർച്ച ഉണ്ടായി എന്നുള്ളത് എന്ത് തോന്നിവാസത്തിനുള്ള ലൈസൻസ് ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് തുടർഭരണം എന്ത് തോന്നിവാസത്തിനുള്ള ലൈസൻസ് ആണ് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുന്നത് ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് സഹായം. ഇന്നലെ പോലീസ് ഉണ്ടായിരുന്നോ? ഇടപെട്ടില്ലേ പോലീസ്? അല്ല, അതായത് ഒരു കേന്ദ്രമന്ത്രിയുടെ യാത്രയിൽ ഉണ്ടാകുന്ന പോലീസ്, ആ പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം കേന്ദ്രമന്ത്രിയെ അപകടമുണ്ടാകാതെ ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതവർ ചെയ്തു. അവിടുത്തെ ബാക്കി ആളുകളെ നേരിടാൻ അവർ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ കൂത്തുപറമ്പ് പോലത്തെ സാഹചര്യം ഉണ്ടായിരുന്നു. വെടിവെപ്പും മരണവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ജനങ്ങളെ നേരിടുന്നതിന് പകരം, അല്ലെങ്കിൽ അക്രമികളെ നേരിടുന്നതിന് പകരം, ജനങ്ങളെ മുഴുവൻ തന്നെ ശത്രുക്കളാക്കുന്നതിന് പകരം കേന്ദ്രമന്ത്രിയുടെ സുരക്ഷ അവർ ഉറപ്പുവരുത്തും. രാഷ്ട്രീയ സംഘർഷം മാത്രമാണോ അതോ ഇതൊരു വർഗീയ സ്വഭാവമാണോ? അല്ല, അങ്ങനെ ഒരു ആരോപണം വളരെ കാര്യമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ വിജയത്തിന്റെ പിന്നിൽ തീവ്ര ജിഹാദി സംഘടനകളുടെ പങ്ക് അത് വളരെ വ്യക്തമാണ്. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വലിയ വിജയം അവർക്കുണ്ടായിട്ടുണ്ട്. അവരുടെ പിന്തുണ വളരെ ഇതായിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് മുൻപും അവിടെ ബംഗാളിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് അടക്കം നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം വിഭാഗത്തെ വോട്ട് ബാങ്കാക്കിയിട്ട് കണക്കാക്കിക്കൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനം മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. അതിന്റെ ഒരു പ്രയോജനം അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് അക്രമത്തിലേക്ക് തിരിഞ്ഞപ്പോ അക്രമത്തിലും ഹിന്ദു ജനവിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതായും തൃണമൂൽ കോൺഗ്രസിന് വോട്ട് ചെയ്തവരായിട്ടുള്ള ഹിന്ദുക്കളെ അടക്കം ആക്രമിക്കുന്നതായിട്ടുമുള്ള സംഭവങ്ങൾ, ആ സംഭവങ്ങൾ അടക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് എന്തായാലും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ആ കാര്യം വേണ്ട രീതിയിൽ അതിന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇന്നലെ ഞാൻ അറിഞ്ഞിടത്തോളം കേന്ദ്ര സർക്കാരിൽ ആഭ്യന്തര വകുപ്പിന്റെ ഒരു സംഘം ബംഗാളിൽ പോയിട്ടുണ്ട്. അവർ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ശാന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ അവർ മുൻകൈ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടി, അതായത് കേരളവുമായി ബന്ധപ്പെട്ട്, അതായത് ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ് എന്ന് താങ്കൾ പറയുന്നു. ഒപ്പം ഈ വോട്ട് കച്ചവടം ഇല്ലാന്നും താങ്കൾ പറയുന്നു. പക്ഷേ BJPയുടെ തന്നെ നേതാക്കൾ KS രാധാകൃഷ്ണനാണെങ്കിലും ഒക്കെ തന്നെ ഈ മണ്ഡലങ്ങളിൽ വോട്ട് കച്ചവടം അല്ലെങ്കിൽ വോട്ട് മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കണമെന്ന് പറയുന്നു. താങ്കളെ പോലുള്ള മുതിർന്ന നേതാവ് തള്ളിക്കളയുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടക്കാൻ ഇനി സാധ്യതയുണ്ടോ? പരിശോധന നടക്കില്ല എന്നല്ലല്ലോ ഞാൻ പറഞ്ഞ മണ്ഡലം അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നതാണ്. അതായത് സംസ്ഥാനം മുഴുവനുള്ള ഒരൊറ്റ കാര്യമായിട്ട് ഇതിനെ കാണുന്നതിന് പകരം ഓരോ മണ്ഡലത്തിലെയും സാഹചര്യം എന്താണ്, ആ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് പരിശോധിക്കും. അത് പരിശോധിച്ചുകൊണ്ട് നടപടി ഉണ്ടാവും. ഇത് സംസ്ഥാനം മുഴുവൻ BJP ഇങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് BJPയുടെ രാഷ്ട്രീയ എതിരാളികളായിട്ട് CPM-ഉം കോൺഗ്രസും ഒക്കെ നടത്തുന്ന ശ്രമം, ആ ശ്രമം ഞാൻ തള്ളിക്കളയും. ആ ശ്രമത്തിൽ ഒരു കഴമ്പുമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. പക്ഷെ അതേസമയത്ത് BJPക്ക് എവിടെയൊക്കെ വോട്ട് കുറഞ്ഞു, കുറെ സ്ഥലങ്ങളിൽ വോട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ വോട്ട് കുറഞ്ഞ സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു എന്നുള്ളത് ഈ തവണയല്ല, എല്ലാ തവണയും ഞങ്ങൾ പരിശോധിക്കാറുണ്ട്. അത് ഈ തവണയും നടത്തും. കെ സുരേന്ദ്രൻ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചു. ഹെലികോപ്റ്ററിൽ അദ്ദേഹം യാത്ര നടത്തുകയെല്ലാം ചെയ്തത് ഇതിലൊക്കെ തിരിച്ചടിയായി എന്ന് കരുതുന്നുണ്ട്. അതെ, അങ്ങനെയൊന്നും എനിക്ക് പറയും. അതൊക്കെ പാർട്ടി എടുത്തിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള കേന്ദ്ര നേതൃത്വം എടുത്ത തീരുമാനമാണ്. അതിൽ കെ സുരേന്ദ്രന്റെ ഒരു റോളും ഇല്ല.
ഈ നമ്മുടെ കഴക്കൂട്ടത്തെ ഒരു ചെറിയ മാർജിനാണ് കഴിഞ്ഞ തവണ താങ്കൾ ഉണ്ടാക്കി വെച്ചത്. പക്ഷെ അവിടെയും വലിയൊരു മാർജിനിൽ ഇപ്പോൾ തോൽക്കുന്ന. അല്ല, ആ മാർജിന്റെ കാരണം UDF പരിപൂർണമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ UDF കളം വിട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടന്നു. കാരണം കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോ അന്നത്തെ UDFന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA ആയിരുന്നു. 3 തവണ MLA ആയിട്ടുള്ള ഒരാളാണ് അന്നത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അപ്പോൾ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അല്ലെങ്കിൽ പ്രചരണത്തിന്റെ ഘട്ടത്തിൽ ആരാണ് തമ്മിലാണ് നേരിട്ടുള്ള മത്സരം നടക്കുന്നത്, ആരാണ് പ്രകടമായിട്ട് തന്നെ 3-ാം സ്ഥാനത്ത് എന്ന് വോട്ടെടുപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് വരെ ആർക്കും അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു. ഈ തവണ അതല്ല ഉണ്ടായി. വളരെ വളരെ പ്രകടമായിട്ടുള്ള രീതിയിൽ UDF 3-ാം സ്ഥാനത്താണ് എന്നുള്ളത് എല്ലാവർക്കും, രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു സാമാന്യ ധാരണയുള്ള എല്ലാവർക്കും UDF 3-ാം സ്ഥാനത്തെന്ന് വളരെ വ്യക്തമായിരുന്നു. അത് ഇടതുപക്ഷത്തിന് പ്രയോജനപ്പെട്ടു. അവർക്ക് എളുപ്പത്തിൽ UDFന്റെ വോട്ടടക്കം കുറച്ചുകൂടി വോട്ട് ഇങ്ങോട്ടേക്ക് പിടിക്കാൻ പറ്റി. അതിന്റെ പ്രയോജനം അവർക്ക് കിട്ടി. നേമത്തെ സിറ്റിംഗ് MLAയുടെ ചില പരാമർശങ്ങൾ, നേരത്തെ ഉണ്ടായിരുന്ന രാജഗോപാലിന്റെ പരാമർശങ്ങൾ തിരിച്ചടിയായിട്ടുണ്ടോ? സിറ്റിംഗ് MLA ഞാനത് കേട്ടിട്ടില്ല. അതുകൊണ്ട് കേൾക്കാത്ത കാര്യവും അദ്ദേഹം മുഴുവനായിട്ട് പറഞ്ഞ കാര്യങ്ങളും മനസ്സിലാക്കാതെ അഭിപ്രായം പറയുന്നതിൽ കാര്യം. എങ്കിൽ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പിന്തുണ ലഭിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പൂർണ്ണ പിന്തുണയില്ലാത്ത പ്രശ്നം. തീർച്ചയായിട്ടും ബംഗാളിൽ CPM വളരെ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിയാണ്. ഇപ്പോ ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല. 4% താഴെയാണ് അവർക്ക് വോട്ട്. CPMകാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അവിടെ ബംഗാളിലെ അക്രമ സംഭവങ്ങളെ കുറിച്ച് BJP നടത്തിയിട്ടുള്ള പ്രസ്താവനയോട് യോജിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് CPMന്റെയും കോൺഗ്രസിന്റെയും സംസ്ഥാന നേതൃത്വം പുറത്തിറക്കിയിട്ടുള്ളത്. കേരളത്തിൽ വരുമ്പോൾ CPMകാർ എടുക്കുന്ന സമീപനം വേറെ ആയിരിക്കാം. പക്ഷേ ബംഗാളിൽ ഏതായാലും തൃണമൂൽ കോൺഗ്രസിന്റെ അക്രമത്തിന്റെ ഇരകളായിട്ട് മാറിയിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ 34 കൊല്ലത്തെ ഭരണകാലത്ത് CPM ആണ് ഈ തരത്തിലുള്ള ഒരു ക്രിമിനൽ രാഷ്ട്രീയ സംസ്കാരം അത് ബംഗാളിൽ ഉണ്ടാക്കിയത്. ഞാൻ ആ കാലത്തും ബംഗാളിൽ പോയിട്ടുണ്ട്, ABPയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലൊക്കെ. അപ്പൊ അന്നും ഞാൻ പോയിട്ടുള്ള ABPയുടെ മീറ്റിംഗ് നടത്താൻ വേണ്ടി കോളേജിൽ പോകുമ്പോൾ അവിടെ SFIക്കാര് ഗുണ്ടായിസം നടത്തി മീറ്റിംഗ് അലങ്കോലപ്പെടുത്തുന്ന സാഹചര്യം അടക്കം ഞാൻ നേരിട്ടിട്ട് അനുഭവമുണ്ട്. അപ്പൊ ആ ക്രിമിനൽ രാഷ്ട്രീയ സംസ്കാരത്തിന് നേതൃത്വം കൊടുത്ത ഗുണ്ടകൾ ഭരണം മാറിയപ്പോ ഭരണത്തിന്റെ തണലിൽ തൃണമൂൽ കോൺഗ്രസിലാണ് ഇപ്പൊ വിഹരിക്കുന്നത്. അതാണ് സാധ്യത. മെയ് 2 വോട്ടെണ്ണൽ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരികൾ, കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ അധികാരികൾ മമതാ ബാനർജി പറയുന്ന ഒരു കാര്യം, അതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ ക്രമസമാധാന ചുമതല എല്ലാം നടത്തേണ്ടിയിരുന്നത്, പോലീസ് ഉദ്യോഗസ്ഥരടക്കം മാറ്റിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും നിയമപാലനത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നാണ്. അതൊരു ശരിയായിട്ടുള്ള നിലപാടല്ലോ. കാരണം വെച്ചാല് കോഡ് ഓഫ് കണ്ടക്ട് 2-ാം തീയതി ഫലപ്രഖ്യാപനം വന്ന് 3-ാം തീയതി ഉച്ചയോടുകൂടി പിൻവലിച്ചു. അക്രമം നടന്നിട്ടുള്ളത് 3, 4, 5 തീയതികളിൽ. മമതാ ബാനർജിയുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, രാഷ്ട്രീയ പ്രസ്താവന. ചില കേന്ദ്രമന്ത്രിമാരാണ് ബംഗാളിൽ സംഘർഷം ഉണ്ടാക്കാൻ അധികാരം ഏറ്റെടുത്തില്ല. അധികാരത്തിലാണ് അവര് നേരത്തെ. അവർ ഇന്നലെ പുതുതായിട്ട് അധികാരം ഏറ്റെടുത്തതല്ല. അവര് നേരത്തെ തന്നെ അധികാരത്തിലാണ്. 1-2 ഉദ്യോഗസ്ഥന്മാരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റിയത്. ബാക്കി എല്ലാ ഉദ്യോഗസ്ഥന്മാരും മമതാ ബാനർജി നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാരാണ്. അതിനുശേഷം 2-ാം തീയതി ഫലം വന്ന് 3-ാം തീയതി ഉച്ചയോടുകൂടി പെരുമാറ്റച്ചട്ടം അവസാനിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കയ്യിലാണ് നിന്നത്. ഈ പ്രകോപനം സൃഷ്ടിക്കുന്ന പ്രസ്താവന താങ്കളുടെ ഈ ആക്രമണത്തിന് പിന്നാലെയാണ്. താങ്കളുടെ അടക്കമുള്ളവരുടെ ഞാൻ എന്ത് പ്രസ്താവനയുള്ളതെന്ന് കാണിക്കട്ടെ. അതൊക്കെ കാരണം അവരുടെ ഗുണ്ടകൾ ഇത്തരത്തിലുള്ള ഇതിനെ ഏർപ്പെടുത്തുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന സമീപനാണ് ഇപ്പോഴും മുഖ്യമന്ത്രി തുടരുന്നത് എന്നുള്ളതാണ് ദൗർഭാഗ്യം. ഗുണ്ടായിസത്തെ അപലപിക്കുന്നതിന് പകരം ഗുണ്ടകളെ സംരക്ഷിക്കുന്ന സമീപനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് MLA മാർക്കടക്കം വിട്ടുപോകാൻ പറ്റുന്നില്ല.